Hello friends, welcome to my channel. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ബഗിനേഴ്സിനു വേണ്ടി ഇന്നും ഒരു ഈസി ലെസനാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഇംഗ്ലീഷ് വേർഡാണ്. ആ വേർഡാണ് കുഡ്. കുഡ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാം? മലയാളം മീനിംഗ് എന്താണ്? ഇന്ന് വളരെ ഈസി എക്സാമ്പിൾസ് ഉപയോഗിച്ച് പഠിക്കാം. Part 1. What is could? കുഡ് എന്നത് പല സാഹചര്യങ്ങളിലും ഉപയോഗിക്കും. മോസ്റ്റ്ലി കഴിഞ്ഞിരുന്നു ചെയ്യാൻ പറ്റുമായിരുന്നു ചെയ്യാമോ? പൊലൈറ്റ്ലി ചോദിക്കുമ്പോൾ. ഇങ്ങനെയുള്ള മീനിംഗ് ആണ് വരുന്നത്. ക്യാനിന്റെ പാസ്റ്റ് ഫോമായി പലപ്പോഴും കുഡ് ഉപയോഗിക്കും. Part 2. Simple examples. Example 1. I could swim. എനിക്ക് നീന്താൻ കഴിഞ്ഞിരുന്നു. Example 1. I could swim. എനിക്ക് നീന്താൻ കഴിഞ്ഞിരുന്നു. ഇവിടെ could എന്നത് കഴിഞ്ഞിരുന്നു എന്നാണ്. She could sing very well. അവൾക്ക് വളരെ നന്നായി പാടാൻ കഴിഞ്ഞിരുന്നു. She could sing very well. അവൾക്ക് വളരെ നന്നായി പാടാൻ കഴിഞ്ഞിരുന്നു. He could drive a car. അവന് കാർ ഓടിക്കാൻ കഴിഞ്ഞിരുന്നു. He could drive a car. അവന് കാർ ഓടിക്കാൻ കഴിഞ്ഞിരുന്നു. We could not find the shop. ഞങ്ങൾക്ക് ഷോപ്പ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. We could not find the shop. ഞങ്ങൾക്ക് ഷോപ്പ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. They could understand English. അവർക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. They could understand English. അവർക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. I could not sleep yesterday. എനിക്ക് ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. I could not sleep yesterday. എനിക്ക് ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. Could you help me? നിനക്ക് എന്നെ സഹായിക്കാമോ? Could you help me? നിനക്ക് എന്നെ സഹായിക്കാമോ? Could I ask you something? എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാമോ? Could I ask you something? എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാമോ? My brother could run fast. എന്റെ സഹോദരന് വേഗത്തിൽ ഓടാൻ കഴിഞ്ഞിരുന്നു. We could hear the music clearly. ഞങ്ങൾക്ക് മ്യൂസിക് വ്യക്തമായി കേൾക്കാനായി. We could hear the music clearly. ഞങ്ങൾക്ക് മ്യൂസിക് വ്യക്തമായി കേൾക്കാനായി. Part 3. Daily use conversation. Mother, could you bring me some water? എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുതരാമോ? Mother, could you bring me some water? എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുതരാമോ?
Son, yes mom, I could do that. അതെ അമ്മ. Son, yes mom, I could do that. അതെ അമ്മ. Friend, could you help me with homework? ഹോംവർക്കിൽ എന്നെ സഹായിക്കാമോ? Friend, could you help me with homework? ഹോംവർക്കിൽ എന്നെ സഹായിക്കാമോ? Friend, sure. Friend, sure. Teacher, could you read this sentence? ഈ സെന്റൻസ് വായിക്കാമോ? Teacher, could you read this sentence? ഈ സെന്റൻസ് വായിക്കാമോ? Student, yes teacher. Student, yes teacher. Father, could you close the door? വാതിൽ അടയ്ക്കാമോ? Child, okay dad. Child, okay dad. Part 4, easy explanation. കോഡ് ഉപയോഗിക്കുമ്പോൾ സെന്റൻസ് വളരെ പൊലൈറ്റായി കേൾക്കും. എക്സാമ്പിൾ, ഓപ്പൺ ദ ഡോർ എന്നാൽ ഡയറക്റ്റ് ആണ്. പക്ഷേ Could you open the door? എന്നാൽ സോഫ്റ്റ് ആൻഡ് പൊലൈറ്റ് ആയി കേൾക്കും. ഇന്ന് നമ്മൾ കോഡ് വളരെ ഈസിയായി പഠിച്ചു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നെക്സ്റ്റ് ലെസണിൽ മറ്റൊരു ഈസി ഇംഗ്ലീഷ് ടോപ്പിക് പഠിക്കാം.